ഹായ്. അപ്പോൾ ഞാനിന്നൊരു റെസിപ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കേരള സ്റ്റൈലിൽ എങ്ങനെയാണ് ഒരു രസം ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അര സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് അങ്ങനെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 8-9 ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇത് ഏറ്റവും ചെറുതാണ്, അപ്പോൾ ഞാൻ 9 കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഞാൻ ഈ പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു 8-9 തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇതും ചെറുതായതുകൊണ്ട് അതിൽ കൂടുതലുണ്ട്. വലുതാണെങ്കിൽ 8-9 എണ്ണമൊക്കെ മതിയാവും. ഇനി അതുകൂടി ഒന്ന് ചതച്ചെടുത്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും മാറ്റി വെച്ചതിലോട്ട് ഇതുകൂടെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ആ പുളി ഒന്ന് കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ചെറിയ ബൗളിലാണ് കേട്ടോ പുളി എടുത്തിരിക്കുന്നത്, വാളംപുളി. ഇനി നമുക്ക് രസം ഉണ്ടാക്കണതിൻ്റെ പരിപാടിയിലൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി വെച്ച് അതിൽ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കേട്ടോ. എണ്ണ നന്നായി ചൂട് കഴിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കുക. ചട്ടി ഞാൻ നേരത്തെ തന്നെ തവല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ ഒരു 4-5 കപ്പൽ മുളക് കൂടെ ചേർക്കുക. കപ്പൽ മുളക് ഈ ഉണക്കമുളക് കേട്ടോ, വറ്റൽ മുളക് അതുകൂടെ ചേർത്തിട്ട് പെട്ടെന്ന് കരിയും മുളകായതുകൊണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ചേർത്തിട്ട് ഗ്യാസ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണല്ല 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് ഫസ്റ്റ് നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും കൂടെ അതിനൊപ്പം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയിൽ ഈ മസാല പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഒരു തക്കാളി കൂടെ ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി ഇളക്കിയെടുത്ത് പിന്നെ നമ്മൾ ആദ്യം പുളി വെള്ളത്തിട്ട് വെച്ചില്ലേ അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനതിലൊരു കുരുവുണ്ട്, അത് പെടണ്ടാന്നാണ്ട് മെല്ലെ ഒഴിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, പുളിക്കനുസരിച്ച് ഉപ്പിടുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുവിധം തിളച്ചപ്പോൾ ഞാനത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി അതിലോട്ട് ഇടണമെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് മുറിച്ച് തരണം. മല്ലിയില ഒഴിവാക്കാതെ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും രസത്തിന്. അപ്പോൾ തിളയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മല്ലിയില ചേർത്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രസം കറി.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.